നമസ്കാരം. ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത, മുഹമ്മദ് അഹ്ലാഖിൻ്റെ കേസിലെ പ്രതികളെ വെറുതെ വിടാനുള്ള, കേസ് പിൻവലിക്കാനുള്ള ഉത്തർപ്രദേശ് പോലീസിൻ്റെ ശ്രമങ്ങൾ സുപ്രീം കോടതി പരാജയപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രതികളെയൊക്കെ തന്നെ വിചാരണയ്ക്ക് അതിവേഗ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഇന്ന് സുപ്രീം കോടതിയുടെ വിധി. മുഹമ്മദ് അഹ്ലാഖിനെ നമുക്കറിയാം, വീട്ടിൽ ആട്ടിറച്ചി വേവിച്ച സമയത്ത് സമീപത്തുള്ള സംഘപരിവാറിൻ്റെ ആളുകൾ അത് പശുവിറച്ചിയാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ തല്ലിക്കൊല്ലുക, അദ്ദേഹത്തെയും മകനെയും അതിഭീകരമായി തല്ലിക്കൊല്ലുകയായിരുന്നു. ആ സംഭവത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അതല്ല. അദ്ദേഹം കൊല്ലപ്പെട്ട സമയത്ത് ആട്ടിറച്ചിയാണ് എന്ന് പറഞ്ഞിട്ടും കേണപേക്ഷിച്ചിട്ടും അത് കേൾക്കാതെ പശുവിറച്ചിയാണ് എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നപ്പോൾ അവിടുത്തെ ഒരു നീതിമാനായ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സുബോധ് കുമാർ സിംഗ്. ഈ സുബോധ് കുമാർ സിംഗ് ആ ഇറച്ചി ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കിയ സമയത്ത് അത് ആട്ടിറച്ചിയാണ്, അത് പശുവിറച്ചി അല്ല എന്ന് തെളിയുകയും അത് മാധ്യമങ്ങളോട് പരസ്യമായി പറയുകയും അങ്ങനെ അദ്ദേഹത്തെ കൊന്ന, ഈ മുഹമ്മദ് അഹ്ലാഖിനെ കൊന്ന മകനെ ഭീകരമായി പീഡിപ്പിച്ച ആ പ്രതികളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന ഈ സുബോധ് കുമാർ സിംഗ്, ആ സുബോധ് കുമാർ സിംഗിനെ അദ്ദേഹം SHO ആയിട്ട് പ്രവർത്തിച്ച ബുലാങ് ഷഹർ എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ കയറിക്കൊണ്ട് ബജ്രംഗ് ദളിൻ്റെ ഒരു പറ്റം ആളുകൾ പോലീസ് സ്റ്റേഷൻ കയ്യേറിക്കൊണ്ട് അതിഭീകരമായി അദ്ദേഹത്തെ മർദ്ദിക്കുകയും കൊല്ലുകയും കൊന്നതിന് ശേഷം ഞാൻ എൻ്റെ കണ്ണുകളെ കൊണ്ട് കണ്ട വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ മകൻ എനിക്ക് ആ വീട്ടിൽ പോയപ്പോൾ, ഞാൻ ആ വീട്ടിൽ പോയിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഡൽഹിയിലെ ഗുരുഗ്രാമിലെ വസതിയിൽ ഞാൻ പോവുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം കുറേ സമയം ചെലവഴിക്കുകയും ചെയ്തു. ആ വീട്ടിൽ പോയ രംഗമൊക്കെ വളരെ ദയനീയമാണ്. ഈ സുബോധ് കുമാർ സിംഗിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ അവാർഡ് കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്, നീതിമാനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ നായ 4 ദിവസമായി ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നു എന്നാണ് മകനായ ശ്രേയ പ്രതാപ് സിംഗും അദ്ദേഹത്തിൻ്റെ ഭാര്യ രജനിയും എന്നോട് പറഞ്ഞത്. അങ്ങനെ വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു ആ വീട്ടിൽ. അങ്ങനെ ആ നീതിമാനായ പോലീസ് ഉദ്യോഗസ്ഥനെ അതിഭീകരമായി കൊല്ലുകയും, കൊന്നു എന്ന് മാത്രമല്ല ബൂട്ട് പോലും അഴിക്കാതെ പോലീസ് ജീപ്പിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ കെട്ടിയിട്ട് ആ ഗ്രൗണ്ടിലൂടെ വലിക്കുന്ന വീഡിയോ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് വിതുമ്പിക്കൊണ്ട് എന്നെ കാണിച്ചു തന്നു. ഞാൻ അതിൻ്റെ ദൃക്സാക്ഷിയാണ്. ആ വീഡിയോ കണ്ടതിന്, അത് പ്രചരിപ്പിക്കാൻ പാടില്ലാത്തതായതുകൊണ്ട് ഞാനത് കണ്ട കാര്യം ജനങ്ങളോട് പറയുകയാണ്. അത്ര ഭീകരമായി ചെയ്ത ഒരു കൃത്യമാണ്. എന്നിട്ടും ഇതൊക്കെ ചെയ്ത പ്രതികളെ ഇവിടെ, ആ പ്രതികൾക്ക് വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ കൊന്നു. എന്നിട്ടും ഈ മുഹമ്മദ് അഹ്ലാഖിനെ പശുവിറച്ചി വേവിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്ന പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഉത്തർപ്രദേശിൻ്റെ പോലീസിൻ്റെ ശ്രമം ഇന്ന് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ലോകം മുഴുവൻ ഈ മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ് കാണുന്നത്. ഇങ്ങ് നമ്മുടെ കേരളത്തിൽ പോലും പാലക്കാട്ട് റാം നാരായൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അതിഭീകരമായി കൊണ്ട് ഒരു പറ്റം ആളുകൾ, ഒരു അതിഥി തൊഴിലാളിയെ നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അതിഭീകരമായി തല്ലിക്കൊല്ലുന്ന രംഗം നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. അതേപോലെ ബംഗ്ലാദേശിൽ നിങ്ങളൊക്കെ കണ്ടിരിക്കും, ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആളുകളുടെ അവിടെ ബംഗ്ലാദേശിയുടെ കാലുകളിൽ വീണുകൊണ്ട് കേണപേക്ഷിക്കുകയാണ്. താൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഒരു മതത്തെയും നിന്ദിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധു ചെറുപ്പക്കാരൻ കാലുകളിൽ വീണ് കരഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ അവിടെയുള്ള ജനക്കൂട്ടം അതിഭീകരമായി കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ഭീകരമായ രീതിയിലുള്ള മർദ്ദനമാണ് ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഹിന്ദു യുവാവിനെ നേരെ അവിടെയുള്ള ഒരു പറ്റം മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്ന ആളുകൾ അദ്ദേഹത്തിന് നേരെ അഴിച്ചുവിട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തീവ്രവാദത്തിനൊന്നും മതത്തിൻ്റെ അതിർവരമ്പില്ല. ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവരും ചെയ്യുന്നു, ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവരും ചെയ്യുന്നു. എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള മോബ് ലിഞ്ചിങ്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പല സ്ഥലത്തും ഏറിയും കുറഞ്ഞും. അതേപോലെ തന്നെ മറ്റൊരനുഭവം കൂടെ, ഈ തബറേസ് അൻസാരി എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ ഝാർഖണ്ഡിൽ സറൈക്കല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, കുഗ്രാമത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്, ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് ആവർത്തിച്ച് വിളിച്ചിട്ടും അദ്ദേഹത്തെ അതിഭീകരമായി തല്ലിക്കൊന്നു. ആ വീട്ടിൽ ഞാൻ പോയിരുന്നു ഒരിക്കൽ. ആ സംഭവം നടന്ന് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ ആദ്യമായി എത്തിയ ആളുകളിൽ ഒന്ന് ഞാനാണ്. എൻ്റെ മുന്നേ ഉത്തരേന്ത്യയിൽ നിന്നുള്ള 1-2 പാർലമെൻറ്റ് അംഗങ്ങളാണ് ഇവിടെ എത്തിയത്. ഞാൻ ആ വീട്ടിലെത്തി, വളരെ ഉൾനാട്ടിലായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ പോയ സമയത്ത് എന്നെ ഏറ്റവും വേദനിപ്പിച്ചത്, പുറത്ത് ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ വീട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് തലയിട്ട് എന്താണ് എന്ന് എത്തി നോക്കുന്ന അദ്ദേഹത്തിൻ്റെ 4 മാസം ഗർഭിണിയായിരുന്ന ഭാര്യയുടെ രംഗമാണ് എന്നെ ഏറ്റവും വേദനിപ്പിച്ചത്. ഒരു ജാൻ വയറിന് വേണ്ടിയിട്ട് ആളുകൾ തല്ലിക്കൊന്ന മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അതേപോലെ പെഹ്ലു ഖാൻ, റക്ബർ ഖാൻ, അങ്ങനെ എത്രയോ ആളുകൾ ഈ രാജ്യത്ത് ആൾക്കൂട്ടത്തിൻ്റെ
നീതിക്ക് വിധേയരായിക്കൊണ്ട് തല്ലിക്കൊല്ലപ്പെടുകയാണ്. എന്താണ് സംഭവം എന്ന് പോലും ചർച്ച ചെയ്യാതെ ആളുകൾ അതിഭീകരമായി ആളുകളെ തല്ലിക്കൊല്ലുന്നു. അതിന് മതത്തിൻ്റെ അതിർത്തിയില്ല. മതത്തിനപ്പുറം മത തീവ്രവാദികളായ ആളുകൾ, അതേപോലെ തന്നെ ഭീകരവാദികളായ ആളുകൾ, മനസ്സിന് ദയയില്ലാത്ത ആളുകൾ, അത്രയും ക്രൂരമായ മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുള്ളൂ. സമൂഹ മനസ്സാക്ഷി ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെ അവരുടെ മനസ്സാക്ഷി ഉയരേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പുറത്ത് ഇന്നലെ വന്നിരിക്കുന്ന വിധി ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും നീതിബോധമുള്ളവർക്കും വലിയ പ്രതീക്ഷ നൽകുന്നു. ആ പ്രതികളൊക്കെ തന്നെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കപ്പെടും എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ BJP ഗവൺമെൻറ്റിൻ്റെ ഒരു ഗൂഢാലോചന കൂടെ സുപ്രീം കോടതി പൊളിച്ചിരിക്കുന്നു. രാജ്യത്ത് നീതി നിലനിൽക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. നന്ദി, നമസ്കാരം.